ഹലോ ഗൈസ്, ഫേസ് റെസ്റ്റോറേഷൻ സീരീസ് പാർട്ട് 2. കഴിഞ്ഞ പാർട്ട് ഞാൻ എങ്ങനെയാണ് ഈ വണ്ടി വീട്ടിലെത്തിച്ചെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായി. ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായ ഒരു കാരണം വണ്ടിയുടെ ഫ്രണ്ട് ടയറിൽ തീരെ കാറ്റുണ്ടായില്ല. അപ്പൊ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വണ്ടി നേരെ കൊണ്ടുപോയത് കാറ്റിടിക്കാനാണ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് വാഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ വേറെ കാര്യം നോട്ട് ചെയ്തത്. നമ്മുടെ വണ്ടിയുടെ ടയറിന്റെ അവസ്ഥ വൻ ശോകമാണ്. എന്നിട്ട് നമ്മൾ ഒട്ടും വൈകാട്ട് വണ്ടിയുടെ ടയർ മാറാൻ പോയി ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതേ കണ്ടാൽ തന്നെ മനസ്സിലാവും വണ്ടി ടയർ എത്രത്തോളം വിഷയമാണുള്ളത്. ഒരു സൈഡ് എന്തോ കാരണവശാൽ വെട്ടി തേഞ്ഞിട്ട് അവിടെ മാത്രമേ പൊള്ളച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പുതിയതായിട്ട് മാറിയത് TVS ടയറാണ് കേട്ടോ. സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇതേ കൊടുത്തേക്കണം. എന്നിട്ട് ടയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴാണ് ഗൈസ് സമാധാനമായത്. ഇപ്പം മഴക്കാലമൊക്കെയാണ്, നിങ്ങളുടെ വണ്ടി ടയർ 30% താഴെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിനെല്ലാം ശേഷം നടന്നത് വളരെയധികം അൺഎക്സ്പെക്ടഡ് ഉള്ള കാര്യങ്ങളാണ്. ഞാൻ ആ ഇരുമലപ്പടി കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഓട്ടോ ഒന്ന് ബാക്കിലേക്ക് ഇടിച്ചു ഗൈസ്. ഒരു ഓരം ചേർന്ന് പയ്യെ പോയിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ ആ ഓട്ടോക്കാരനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ മെത്തേഡ് ഒന്ന് ഇടിച്ചാണ്. നമ്മുടെ വണ്ടിയുടെ ടേര് ഫുൾ ആയിട്ട് അങ്ങ് അകത്തോട്ട് കയറി പോയി ഗൈസ്. പിന്നെ ആപ്പ കിടക്കുന്ന കോലം നിങ്ങൾ കണ്ടല്ലോ. വണ്ടി കംപ്ലീറ്റ്ലി കൺട്രോൾ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കാനയിലോട്ട് പോകാനോ വേറെ പരിക്കുകളൊന്നും ഉണ്ടാവാനോ പോയില്ല ഗൈസ്. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ തൂങ്ങിയാടുന്ന ടെയിലിന്റെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞോ. ടെയിലിന്റെ കൂടെ നമ്പർ പ്ലേറ്റ് വെക്കുന്ന സെക്ഷൻ അങ്ങ് പോയിട്ടോ ഗൈസ്. നമുക്കിനി വണ്ടിയുടെ ടെയിലും ഇൻഡിക്കേറ്റർ അടക്കം സകലതും മാറാൻ കേട്ടോ. ഓരോ പണി വരുന്ന വഴിയേ